ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുതലാളിയോ എന്ന് ശ്രുതി സംശയിച്ചു ചോദിക്കുകയാണ്. ഈ സമയത്ത് അതല്ല, മുതലാളി തന്നെയാണല്ലോ എം ഡി തന്നെയാണല്ലോ മുതലാളി എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര ജോലിഭാരം കാരണം പറയണവരും തെറ്റിപ്പോളൂ, ഇവക്കടെ കയ്യിൽ പിടിക്കപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ സംശയത്തിൽ ഇങ്ങനെ പലതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. വേഗം തന്നെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ആ ഓഫീസിലെ ജോലി മുഴുവൻ ശ്രുതി തന്നെ ചെയ്ത് തീർക്കണ്ട, അങ്ങനെ ശ്രുതി ചെയ്ത് തീർക്കുവാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് ശമ്പളവും മേടിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ചെയ്ത ജോലിക്ക് തന്നെ ശമ്പളം കിട്ടുമോ എന്ന് സംശയമാണ്. മാത്രമല്ല ഇന്നവൻ തിന്ന് കുടിച്ചതിൻ്റെയൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കും എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ജോലി സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലടിക്കുക കേട്ടോ. വേഗം തന്നെ ശ്രുതി ഇത് എവിടെ നിന്നായിരിക്കും സ്മെല്ല് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂക്കൊണ്ട് മണം പിടിച്ച് ഏറ്റവും അവസാനിക്കുന്ന ശ്രുതിയുടെ ഡ്രസ്സിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നത്, ശ്രുതി നിന്റെ ഡ്രസ്സിൽ നിന്ന് ഈ സ്മെല്ല് വരുന്നത് എന്തൊരു മണമാ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഡ്രസ്സിൽ നിന്ന് എന്ത് മണം എന്ന് നമ്മുടെ ശ്രുതി സംശയത്തിനോട് ചോദിക്കാൻ കേട്ടോ. എന്താ ശ്രുതി, നിനക്കിന് വല്ല ജലദോഷവും പിടിച്ചോ, ഇത്രയും മണം അടിച്ചിട്ട് നിനക്ക് സ്മെല്ല് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാമ്പാറിൻ്റെ സ്മെല്ലാണ് ഇത് എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയാത്ത. ഇത് കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും പിടിക്കപ്പെട്ട അവസ്ഥയിലാവട്ടെ ശ്രുതി. വേഗം തന്നെ തപ്പിയും തടഞ്ഞൊക്കെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരാൾ സ്പ്രേ വിൽക്കുന്നുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ സാമ്പാറിൻ്റെ മണം ഉണ്ടായിരുന്നു, സ്പ്രേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനെടുത്ത് അത് അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നിനക്കെന്താ വട്ടുണ്ടോ ശ്രുതി, ഇത് നേരത്തെ മസാല ദോശ സ്വപ്നം കണ്ടിരുന്നിട്ട് ഇപ്പൊ സാമ്പാറിന്റെ സ്മെല്ലുള്ള സ്പ്രേ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നീ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മണമൊന്നും എല്ലാവർക്കും പിടിക്കണമെന്നൊന്നുമില്ല, നിനക്ക് ഞാൻ നല്ലൊരു സ്പ്രേ മേടിച്ചു തരാം, ഈ ഡ്രസ്സിന്ന് വേഗം അഴിച്ചു മാറ്റി, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അവിടുന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് കാർ സ്റ്റാൻഡിൽ മഹേഷും ബൈജു എല്ലാവരും കൂടി സംസാരിക്കുന്ന സച്ചിയുടെ കാര്യമാണ് കേട്ടോ. സച്ചി എന്തായാലും തങ്ങൾക്ക് വേണ്ടി കാറ് വിറ്റല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇനിയിപ്പോൾ സച്ചി എന്തായിരിക്കും ചെയ്യും, അവൻ കണ്ടിട്ട് 2 ദിവസം ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ വരുന്നത് കേട്ടോ. ഓട്ടോ വരുന്ന കാണുമ്പോൾ തന്നെ മഹേഷ് പറയാണ്, ഇവിടെ കാറുകാർക്ക് പോലും മര്യാദയ്ക്ക് ഓട്ടോ കിട്ടത്തില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ആരാണ് ആ ഓട്ടോയും കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ച് നോക്കുന്ന സമയത്താണ് അതിൽ നിന്ന് സച്ചി ഇറങ്ങി വരുന്നു കേട്ടോ. സച്ചിനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര അതിശയത്തിലോട് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സച്ചിയോടായിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി ഇതെന്താ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത്, നിനക്ക് മനസ്സിലായില്ലേ, ഞാനിപ്പോൾ ഓട്ടോ ഓടിക്കും, പ്രൈവറ്റായിട്ട് ഓട്ടോ എടുത്തു, ഇപ്പോൾ ഓട്ടോ ഓടിക്കും, ഞാനിതിൽ വളരെയധികം സന്തോഷവാനാണ് സച്ചി പറയുമ്പോഴത്തേക്കും. എന്നാലും സച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സോറിടാ എന്നൊക്കെ ഇങ്ങനെ ബൈജു പറയുമ്പോഴത്തേക്കും, നീ എന്തിനാ ബൈജു ഇത്ര സങ്കടപ്പെടുന്നത്, ഇതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ, പിന്നെ കാറില്ലെങ്കിൽ ഓട്ടോ, കാറിന് 4 ചക്രമാണെങ്കിൽ ഇതിന് 3 ചക്രം, അത്ര വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ സച്ചി എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു പ്രൈവറ്റായിട്ട് വണ്ടി എടുത്തിട്ട്, അതുമല്ലെന്നാണെങ്കിൽ നീ എൻ്റെ വണ്ടി ഓടിച്ചോളാൻ പറയുമ്പോഴത്തേക്കും, നിന്റെ വണ്ടി ഞാൻ ഓടിച്ചാൽ നീ എങ്ങനെ ഓടിക്കും, നീ എൻ്റെ ടയർ ഇട്ട് ഉരുട്ടി ഓടിക്കുമോ, ഒന്ന് പോയി എൻ്റെ മഹേഷ്, വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട കേട്ടോ, എന്തായാലും കുടുംബം നോക്കാൻ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, ഈ ഒരു വരുമാനത്തിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ്, പിന്നെ എനിക്ക് സിറ്റിയിലേക്ക് ചെല്ലണം, അവിടെ നിന്ന് ചെന്നതിന് ഇഷ്ടം പോലെ ഓട്ടം കിട്ടുമെന്ന് പറഞ്ഞിട്ട് യാത്രയും പറഞ്ഞിട്ട് സച്ചി പോകാതിരുന്ന സമയത്ത് മഹേഷിനോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു വിവരം അച്ഛനും രേവതി അറിയണ്ട, ഞാൻ കാറ് വിറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സങ്കടമാവും, അതുകൊണ്ട് മറ്റാരോടും നിന്ന് ഇത് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ് കേട്ടോ. ശ്രുതി തൻ്റെ സഹപ്രവർത്തകനായ ഉണ്ണിയനോട് ചോദിക്കുകയാണ്, ഇന്ന് നമ്മുടെ ശമ്പളം കിട്ടുമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, എത്ര വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, മര്യാദയ്ക്ക് ഇതുവരെ എനിക്ക് പോലും ശമ്പളം കിട്ടിയിട്ടില്ല, പിന്നെയാണ് ഇന്നലെ കയറുവന്ന നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ജോലിയും ചെയ്യണം, ശമ്പളവും കിട്ടില്ല, ഇത് എവിടത്തെ ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന സമയത്താണ് ഹോട്ടലിൻ്റെ ഓണർ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ എന്തെടുക്കണം, അവിടെ ആൾക്കാർ വന്നിരിക്കുന്നു ഓർഡർ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശ്രുതി ചെല്ലുന്ന സമയത്ത് കാണുന്ന നേരത്തെ ഓർഡർ ചെയ്ത ഭക്ഷണം തീർന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഒരുപാട് ചീത്ത പറഞ്ഞൊരു കസ്റ്റമർ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അയാളെ കാണുമ്പോൾ തന്നെ ശ്രുതി, ഈശ്വര ഇയാളോ ഇനി എന്ത് കുറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാളോട് ഓർഡർ ചോദിക്കുകയാണ്. ഇതെന്താ ഇത്രയും ലേറ്റ് ആവും, നിങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തമില്ലേ, ഞങ്ങൾ എത്ര നേരെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശ്രുതിയോട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. എന്നിട്ട് ശ്രുതി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തുകൊണ്ട് തിരികെ പോകുന്ന സമയത്ത് ശ്രുതിയുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തനം അദ്ദേഹം ഇങ്ങനെ ഓർഡർ ചെയ്തിടത്തേക്കായിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാണ്ടിരിക്കുന്ന സമയത്താണ് വയറ് വേദനിക്കുന്നത്. വേഗം തന്നെ ശ്രുതിയോടായിട്ട് പറയുന്ന, ശ്രുതിയായിട്ട് ഇതൊന്ന് ആ മേശപ്പുറത്തേക്കൊന്ന് വെച്ചേക്ക്, എനിക്ക് ഭയങ്കര വയറുവേദന പറ്റുന്നില്ല ശ്രുതിയായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തന്നെ സാമ്പാറിന്റെ മണം, ഇനി ഇതും കൂടെ എൻ്റെ മേത്തേക്ക് വീഴുന്ന ഞാൻ പിടിക്കപ്പെട്ട് തന്നെയാണ്, സാരമില്ല താട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഓർഡറും എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് ഓപ്പോസിറ്റ് വരുന്ന ആള് ശ്രുതിയുടെ ഷോൾഡറിലേക്ക് തട്ടുന്നതും കയ്യിലിരിക്കുന്ന സാമ്പാർ അതേ രീതിയിൽ തന്നെ
സുധിയുടെ ശത്രുവായിട്ടിരിക്കുന്ന കസ്റ്റമറില്ല, അതായത് നേരത്തെ സുധിയായിട്ടൊരു ചെറിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്കായിട്ട് വീഴുന്നു കേട്ടോ. അദ്ദേഹം ചാടി കഴിഞ്ഞിട്ട് സുധിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിക്കുന്ന ഇനി എവിടെ നോക്കിയാണ് നടക്കുന്നത്, നിനക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സുധി ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ട് തന്നെ കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹവും കസ്റ്റമറിനോടായിട്ട് ക്ഷമ പറയുന്നുണ്ട്. എന്നാൽ ഈ വന്നിരിക്കുന്ന കസ്റ്റമർ ഒരു രീതിക്കും തന്നെ അടുക്കുന്നില്ല കേട്ടോ. അയാൾ പറയുകയാണ്, ഇതുപോലത്തെ ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കട പണ്ടേ പൂട്ടും, എന്നോട് മാന്യമായിട്ടല്ല സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധിയുടെ ക്ഷമ കെടുകയാണ്. സുധി പിന്നീട് അയാളോട് തിരിച്ച് പറയാം, താൻ ആരാന്ന് വിചാരിച്ച് എന്നോട് സംസാരിക്കുന്നത്, എൻ്റെ ലെവൽ എന്താണെന്ന് എനിക്കറിയാമോ, താൻ എന്നോട് ഒച്ചപ്പാടുണ്ടാക്കിയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ടേക്ക് ആ കസ്റ്റമറോട് ബഹളം ഉണ്ടാക്കുകയാണ്. വേഗം തന്നെ ഈ കസ്റ്റമറെ, എൻ്റെ മേത്തേ നീ സാമ്പാർ മനഃപൂർവ്വം വെച്ചത്, നിന്റെ മേത്തേ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ മേത്തേക്ക് സാമ്പാർ ഒഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുധി കൈയൊക്കെ തട്ടി മാറ്റുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളം ആവുകയാണ് കേട്ടോ. വേഗം തന്നെ സുധീനെ വന്നിരിക്കുന്ന കസ്റ്റമറെ രണ്ടുപേരെ രണ്ട് സൈഡിലേക്കായിട്ട് പിടിച്ചൊതുക്കി നിർത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് കസ്റ്റമർ പറയാണ്, ഇതുപോലുള്ള ഒരു ജോലിക്ക് വെച്ചാൽ തൻ്റെ ഹോട്ടൽ പണ്ടേ പൂട്ടും, ഇതുപോലുള്ളവരൊക്കെ പറഞ്ഞു വിടാൻ നോക്കുന്നൊക്കെ പറയാണ്. ആ ഒരു ദേഷ്യത്തിൽ കടയുടെ ഓണർ സുധിയുടെ കൈയും പിടിച്ചോട്ട് പോയിട്ട് മറ്റു റൂമിലേക്ക് ഇന്ന് സുധിനെ ഉന്തി വിടുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, നിന്നെ കൊണ്ട് എനിക്ക് യാതൊരുവിധ ഗുണവുമില്ല, രാവിലെ വരുന്നു പണിയും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക്, സാർ എന്തായി പറയുന്നത്, ഞാനിവിടെ ജോലി ചെയ്യുന്നില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ അയാൾ എന്നോട് എങ്ങനെ പെരുമാറുന്നത് സാറ് കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇതുപോലെ പല കസ്റ്റമേഴ്സുകളും വരും, അവരോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തോളണം, പക്ഷെ അതൊന്നും അറിയാതെ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിനക്കിനി ഇവിടെ ജോലിയില്ല, നീ ജോലിയിൽ നിന്ന് പൊക്കോളാൻ പറയുമ്പോഴത്തേക്കും സുധി ആദ്യമൊക്കെ ഒന്ന് സാർ എൻ്റെ ജോലി കളയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാല് പിടിക്കുന്ന രീതിക്ക് വരുന്നുണ്ടെങ്കിലും ഒരു രീതിക്കും തന്നെ മുതലാളി അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സുധി തൻ്റെ തനി സ്വഭാവം എടുക്കണം. സുധി പറയുന്നുണ്ട്, തൻ്റെ ജോലി ആർക്ക് വേണ്ടോ, എൻ്റെ ഗതികേട് കൊണ്ട് മാത്രമാണ് തൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, എൻ്റെ ലെവൽ എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എത്ര ഡിഗ്രി ഉണ്ടായിരുന്ന കാര്യം, നീ ഇതുപോലെയല്ലേ പെരുമാറുന്നത്, നിനക്കൊരു ജോലിയില്ല കൂലിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തൻ്റെ ജോലി ആർക്കാടോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ താനെന്നോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. വേഗം അതെ താൻ, ഇനി താൻ്റെ മുതലാളിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ താൻ കേട്ടോ, ഞാൻ മര്യാദയ്ക്ക് നല്ല ഉയർന്ന ജോലി മേടിച്ച് ഇവിടെ വരും, അന്നേരം ഈ സമയത്ത് തൻ്റെ ഈ ഒരു ഹോട്ടൽ, ഈ ഒരു ഓഞ്ഞ ഹോട്ടലുണ്ടല്ലോ അത് എൻ്റെ സ്വന്തമാക്കും, മാത്രമല്ല 2-3 5 സ്റ്റാർ ഹോട്ടൽ ഞാൻ മേടിക്കുന്നുണ്ട്, അതിനകത്ത് വേണേൽ ജോലിക്കാരനായിട്ട് തന്നെ ഞാൻ വെച്ചേക്കാം എന്നൊക്കെ നമ്മുടെ സുധി പറയുമ്പോഴത്തേക്കും ഹോട്ടലിലെ ഓണറിന് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സുധിയോട് തിരിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സുധി വിട്ടുകൊടുക്കുമോ, സുധിയും നല്ലതായിട്ട് തന്നെ ഓണറോട് പറയാം കേട്ടോ. അവസാനം തൻ്റെ ജോലി എനിക്ക് വേണ്ട, താനൊന്ന് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുതലാളിയെ പറ്റാവുന്നതിലധികം ആക്ഷേപിച്ചിട്ടാണ് സുധി അവിടെ നിന്ന് പോകുന്നത്. തിരികെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് സുധി നേരത്തെ വന്നിരിക്കുന്ന കാണുമ്പോഴത്തെ സുധി പറയുന്നുണ്ട്, ആഹാ സുധി നേരത്തെ വന്നത്, ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുധി നേരത്തെ വന്നത്, എൻ്റെ എത്ര നേരത്തെ ഒന്നും വരണ്ട കേട്ടോ, കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ മതി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ മുഖം വല്ലാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ശ്രുതിക്ക് എന്തൊരു പന്തികേട് തോന്നുന്നു. കാര്യം ചോദിക്കുന്ന സമയത്ത് ശ്രുതി വിഷമത്തോടെയാണെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്കറിയാം നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ശ്രുതി, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല കേട്ടോ. ശ്രുതി വായി തോന്നിയതെല്ലാം തന്നെ ശ്രുതിനോട് പറയുകയാണ്. മര്യാദയ്ക്ക് ഒരു ജോലിക്ക് തന്നെ പോകുന്നില്ല, കല്യാണം കഴിഞ്ഞ് നമ്മളിവിടെ വന്നതിന് ശേഷം 6 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നെല്ലാം തന്നെ ശ്രുതിയുടെ തോന്നിവാസത്തിനനുസരിച്ച് ഓരം ചെയ്തിട്ട് തിരികെ പോരും ചെയ്യും. എന്നോട് മീര പറഞ്ഞതാണ്, ശ്രുതി ഒരിടത്തും ജോലിക്ക് മര്യാദയ്ക്ക് നിൽക്കില്ല, ശ്രുതി എന്ത് ഫോളിഷ് ആണെന്ന് തന്നെ ശ്രുതി സംസാരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്കും കേട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. ശ്രുതിയോടായിട്ട് പറയുന്നത്, ഞാനങ്ങനെ താന്ന് നിന്നു എന്ന് വെച്ചുകൊണ്ട് എൻ്റെ തലയിൽ കയറാൻ നീ നിൽക്കണ്ട, നീ വായി തോന്നിയതൊക്കെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണം എന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത്, ആ കേട്ടുകൊണ്ട് നിൽക്കണം, ഇല്ലെന്നാണെങ്കിൽ അവൻ പറയുന്നത് നമ്മൾ കേട്ട് നിൽക്കേണ്ടി വരും എന്നൊക്കെ സച്ചിനെ പറ്റി ഇങ്ങനെ ശ്രുതി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൻ പറഞ്ഞതിനൊക്കെ നീ കാത് കേൾക്കാൻ കൊടുക്കുന്ന എന്തിനാ ശ്രുതി, നിനക്കത് വിട്ടുകളഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ശ്രുതി നിനക്കത് വിട്ടുകളയാൻ പറ്റും, കാരണം നിന്റെ ലെവൽ അത്ര മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കിതൊന്നും കേട്ട് സഹിച്ചിരിക്കാൻ പറ്റില്ല, സുധീനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിവിടെ നിന്ന് തന്നെ സുധീന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും, അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം തന്നെ ശ്രുതിയോട് പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ശ്രുതി തയ്യാറാവുന്നില്ല. ശ്രുതി അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ശ്രുതി ആണെങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വീട്ടുകാരുടെ മുഖത്തിന് എങ്ങനെ നോക്കും എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.